ഉണ്ണികൃഷ്ണന്റെ കല്യാണം ഭാഗം 13. ആനിപ്പെണ്ണിനോട് തോന്നുന്ന ഇഷ്ടം പ്രണയമാണോ എന്നറിയാതെ അവൻ്റെ മനസ്സ് കിടന്ന് വീർപ്പ് മുട്ടാൻ തുടങ്ങി. അതിനൊരു ഉത്തരം അന്വേഷിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നെ ഒരു സ്വിച്ച് ഇട്ടതുപോലെയായിരുന്നു അവൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും. കുളി കഴിഞ്ഞ് മുണ്ടുടുത്ത് ഒന്ന് കണ്ണാടിയിൽ നോക്കി. പതിവില്ലാത്തതാണ്, എന്നാലും ഒന്ന് നോക്കി. മുടി ചീകിയൊതുക്കി പൗഡർ ഇട്ടെന്ന് ധരിക്കാനായി വെറുതെയൊന്ന് കയ്യിലിട്ട് കൊട്ടിയ ശേഷം മുഖത്തൊന്ന് ഒപ്പിക്കൊടുത്തു. പിന്നീട് ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി ഇടാൻ തുടങ്ങി. ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് മടക്കാനായി തുടങ്ങുന്നതിനിടയിലാണ് അമ്മ ചായയുമായി അവൻ്റെ അരികിലേക്ക് വന്നെത്തിയത്. എവിടേക്കാ ഉണ്ണി, അതിരാവിലെ തന്നെ? ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചമ്മേ, അതാ ഞാൻ. അത് നന്നായി. ഇന്നലെ രാത്രിയിൽ നിന്റെ ഇരുത്തം കണ്ടപ്പോഴേ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നീ പോയിട്ട് വരൂ. കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അമ്മയ്ക്കും ഒപ്പം വരാമായിരുന്നു. ആ, ഇനി സാരില്ല, മോൻ പോയിട്ട് വാ. വന്നിട്ട് ഇനി എന്തേലും കഴിച്ചാൽ മതി. എന്നാൽ ശരിയമ്മേ, ഞാൻ വേഗം പോയിട്ട് വരാം. അവൻ അമ്മയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ക്ഷേത്രത്തിൻ്റെ പവിത്രമായ ആ ലാളനയിൽ മുഴുകിയവൻ കുറച്ചുനേരം കണ്ണുകൾ ചിമ്മി പ്രാർത്ഥിച്ചു നിന്നു. മനസ്സിലെ 100 ചോദ്യങ്ങൾക്കായുള്ള മറുപടിക്ക് കാത്തു നിൽക്കുന്ന വിധം അവൻ അവിടെ ലയിച്ചു നിന്നു. കുറച്ചു സമയത്തിനു ശേഷം അവൻ ആ നടയിൽ നിന്നും ഇറങ്ങി. ക്ഷേത്രത്തിന് പുറത്ത് ഉയർന്നു നിൽക്കുന്ന ആൽമരച്ചുവട്ടിലിരിക്കാനായി അവിടേക്ക് പതിയെ നടന്നു. മനസ്സിനെ ഒരിടത്തും പിടിച്ചു നിർത്താൻ സാധിക്കാത്തതുപോലൊരു തോന്നൽ അവനിലുണ്ടായി. എന്താ എനിക്ക് പറ്റിയത്? ഇതുപോലെ മനസ്സ് മുൻപൊന്നും ഇങ്ങനെ അസ്വസ്ഥമായിട്ടേയില്ല. ഈ ക്ഷേത്രമുറ്റത്ത് വന്നിട്ടും എന്താ ഞാൻ ഇങ്ങനെ? ഇന്നലെ ആനയെ കണ്ടതു മുതൽ തുടങ്ങിയതാണ് തൻ്റെ മനസ്സിൻ്റെ ഈ മാറ്റങ്ങൾ. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ തൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. ഇനി ഞാൻ കാരണം എന്തെങ്കിലും? ഉത്തരം കിട്ടാൻ കഴിയാതെ അവൻ അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചുകൊണ്ട് തലയും താഴ്ത്തിയിരുന്നു. പെട്ടെന്നാണ് ആരോ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് പോലെ അവന് തോന്നിയത്. ആരാണെന്നറിയാനായി അവൻ തല പതുക്കെ ഉയർത്തി നോക്കി. കുറച്ചു നേരമായി തൻ്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സുന്ദര രൂപം തൻ്റെ കൺമുൻപിൽ വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അത് സത്യമോ അതോ അത് തൻ്റെ തോന്നലോ എന്നറിയാതെ അവൻ അല്പനേരം അവളെ നോക്കി നിന്നു. ആ നോട്ടം കണ്ടപ്പോൾ അവളും എല്ലാം മറന്നൊരു നിമിഷം അവനെയും നോക്കി ആ ആൽത്തറ ചോട്ടിൽ അങ്ങനെ നിന്നു. പെട്ടെന്നാണ് മുകളിൽ നിന്ന് ഒരാലില വന്നവൻ്റെ ശിരസിൽ പതുക്കെയൊന്ന് നിക്കിളി കൂട്ടിയത്. ആരോ തന്നെ വിളിച്ചുണർത്തിയതാണെന്നൊരു തോന്നലിൽ ആ നോട്ടത്തിൽ നിന്നും അവൻ ശീഘ്രം പിൻവലിഞ്ഞു. തനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് മട്ടിൽ അവളോട് വീണ്ടും പഴയതുപോലെ സംസാരിക്കാൻ അവൻ തുടങ്ങുകയായിരുന്നു. നീയോ? നീ എന്താ ഇവിടെ? അത് ശരി, ഉണ്ണിച്ചേട്ടൻ പള്ളിയിൽ വരുമ്പോൾ ഇതുപോലെ ഞാൻ ചോദിക്കാറുണ്ടല്ലോ, എന്താ ഇവിടെ ഇന്ന്? അന്നേരം എന്നതാ എന്നോട് പറയുക? ഞാനും പ്രാർത്ഥിക്കാൻ വന്നതാണ്. ദൈവങ്ങളെല്ലാം എനിക്ക് ഒരുപോലെയാണെന്നുള്ള നല്ല അസല് വചനങ്ങളല്ലേ എന്നോട് പറയാറുള്ളത്. അതുപോലെ തന്നെ എനിക്കൊന്ന് കൂട്ടിക്കോ. നിൽക്കേ, ഞാനൊരു നിമിഷം പ്രാർത്ഥിച്ചോട്ടെ. അവൾ അവിടെ നിന്നും തിരിഞ്ഞു നിന്നു. കൈകൾ പരസ്പരം കൂപ്പി ക്ഷേത്രനടയിലേക്ക് സമാനമായി നിന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് വീണ്ടും പഴയതുപോലെ കുരിശി വരച്ച് ചുണ്ടിൽ മുത്തമിട്ട് തൊഴുകൽ അവസാനിപ്പിച്ചുകൊണ്ട് ഉണ്ണിയുടെ മുഖത്തേക്ക് തന്നെ വീണ്ടും നോക്കി. അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ട് ഒരത്ഭുതത്തോടെയാണ് അവൻ അനങ്ങാതെ നിന്നത്. പറ ഉണ്ണിച്ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ എൻ്റെ പെർഫോമൻസ്? സൂപ്പറായില്ലേ? ശരിക്കും ഒരു സർപ്രൈസ് ആയില്ലേ ഉണ്ണിച്ചേട്ടന്? അവളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ അവൻ മിണ്ടാതെ നിന്നു. ഹലോ, ഹേയ് ഉണ്ണിച്ചേട്ടാ, നിങ്ങൾ എന്താ പകൽ സ്വപ്നം കാണുവാണോ? ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ. എന്താ നീ ചോദിച്ചത്? ഞാൻ കേട്ടില്ല. ഓ, ഇതെന്നാ പറ്റി ഉണ്ണിച്ചേട്ടാ? സാധാരണ ഇങ്ങനെയല്ലല്ലോ പെരുമാറാറുള്ളത്. എന്നെ കണ്ടപാടെ ഓടിക്കാറാണല്ലോ പതിവ്. അപ്പോൾ ഉണ്ണിച്ചേട്ടനും ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങി അല്ലേ? അത് പിന്നെ ഞാൻ... എന്താ ഉണ്ണിച്ചേട്ടാ, എന്നതാ കാര്യം? എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? ഹേയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ...
ആ മുഖത്തേക്ക് നോക്കി ഇഷ്ടമാണെന്ന് വിളിച്ചു പറയാൻ അവനൊരിക്കലും സാധിക്കില്ലായിരുന്നു. അവളോട് പറയാനായി അവൻ്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ച ആ വാക്കുകളെ പതുക്കെ അവൻ മൗനം കൊണ്ട് കടിഞ്ഞാണിട്ടു. ഈ സമയം അതിലെ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്ന കമ്മിറ്റി അംഗം ദിവാകരൻ്റെ ശ്രദ്ധയിൽ അവർ ഒരുമിച്ച് നിൽക്കുന്ന ആ രംഗം കാണാനിടയാവുകയായിരുന്നു. അയാൾ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, "നീ ആ മത്തായിച്ചൻ്റെ മോളല്ലേ?" അയാളുടെ ആ ചോദ്യത്തിൽ അവളൊന്ന് പതറി പിന്നിലേക്ക് വലിഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു, "അതെ." നിനക്കെന്താ ഈ ക്ഷേത്രനടയിൽ കാര്യം? അതോ ഇവിടെ നീ ആരെങ്കിലും കാണാൻ വേണ്ടി വന്നതാണോ നീ? ആ ചോദ്യം അവളോടായി ചോദിക്കുമ്പോഴും അയാളുടെ നോട്ടം ഉണ്ണിയിൽ തന്നെയായിരുന്നു. എന്തു പറയണമെന്നറിയാതെ അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ദിവാകരന്റെ ചോദ്യം തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയ ഉണ്ണി അതിനെതിരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയും ചെയ്തു. "ഹേയ് ദിവാകരേട്ടാ, നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ മാത്രം ഒന്നുമില്ല. ആ കുട്ടി എന്നെ കാണാൻ വേണ്ടി തന്നെയാ ഇവിടേക്ക് വന്നത്." അവനത് അയാളുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആനി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ആദ്യമായി തന്നെ പരിഗണിച്ചതുപോലൊരു തോന്നൽ ആ മനസ്സിനെ ഒത്തിരി സന്തോഷിപ്പിക്കുകയായിരുന്നു. തൻ്റെ ഇഷ്ടത്തെ ഉണ്ണിച്ചേട്ടൻ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുവെന്ന തോന്നലും ആ മനസ്സിൽ അന്നേരം ഉടലെടുത്തു തുടങ്ങിയിരുന്നു. ഉണ്ണി വീണ്ടും സംസാരം തുടർന്നു. "മത്തായിച്ചനോട് ഞാൻ കുറച്ച് പച്ചക്കറി വിത്തിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു. ജൈവവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് എൻ്റേതെന്ന് ദിവാകരേട്ടനും അറിയാലോ. അതേക്കുറിച്ച് പറയാനാ ഈ കുട്ടി എന്നെ കണ്ടപ്പോൾ ഇവിടേക്ക് ഓടി വന്നത്, അല്ലേ ആനി?" അത് കേട്ടതും അവളും ഒപ്പം തലകുലുക്കി സമ്മതിച്ചു. "ആ അതെ അതെ." എൻ്റെ കർത്താവേ, കള്ളം പറയുന്നത് ഇഷ്ടമില്ലാത്ത ഈ ഉണ്ണിച്ചേട്ടന് ഇത്രയൊക്കെ കള്ളം പറയാൻ അറിയാവോ? പെട്ടെന്നുള്ള അവൻ്റെ പെരുമാറ്റം കണ്ട് അത്ഭുതത്തോടെ ആനി നോക്കി നിന്നു. "ഹേയ്, എന്താ ഉണ്ണികൃഷ്ണ, ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചതല്ലേ തന്നോട്. എനിക്കറിയില്ലേ നിന്നെ. കാവുമ്പാട്ട് ശങ്കരമാഷിൻ്റെ അനന്തരവൻ അങ്ങനെ ഒരു പേരുദോഷം കേൾപ്പിക്കുന്ന ഒരാളല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാലോ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്ക്, ഞാനൊന്ന് ഭഗവാനെ തൊഴുതിട്ട് വരാം." അതും പറഞ്ഞയാൾ അവിടെ നിന്നും തൊഴുകാനായി ക്ഷേത്രനടയിലേക്ക് നടന്നു നീങ്ങി. അയാൾ പോയി എന്നുറപ്പിച്ചപ്പോൾ ആനി അത്ഭുതത്തോടെ താടിയിൽ കൈയും കുത്തി പിടിച്ചുകൊണ്ട് വീണ്ടും ഉണ്ണിയോട് സംസാരിക്കാൻ തുടങ്ങി. "ഓ, എന്നാ പെർഫോമൻസ് ആയിരുന്നു ഉണ്ണിച്ചേട്ടൻ്റേത്. എന്നെയൊക്കെ കടത്തി വെട്ടിച്ചില്ലേ?" അയാൾ പെട്ടെന്ന് കയറി അങ്ങ് ചോദിച്ചപ്പോൾ എന്തു പറയണമെന്നറിയാതെ ഞാൻ വല്ലാണ്ടങ്ങ് ആയിപ്പോയി. ഇപ്പം എനിക്കൊരു കാര്യം വ്യക്തമായി. നിങ്ങൾക്ക് ശരിക്കും എന്നോട് ഇഷ്ടമാണ്. പക്ഷേ അത് തുറന്നു പറയണില്ല എന്ന് മാത്രം. എന്തായാലും എനിക്കത് മതി. ഈ ആനിക്ക് അത് തന്നെ എത്ര വലിയ സന്തോഷമെന്നറിയോ?" അവളുടെ സന്തോഷങ്ങളെല്ലാം അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു പറയുമ്പോഴും അവളെ തനിക്കും ഇഷ്ടമാണെന്ന് ഒരു വട്ടമെങ്കിലും തിരിച്ചു പറയാനായി ആ നാവ് ഉയർന്നുവെങ്കിലും അവൻ്റെ മനസ്സതിന് സമ്മതം നൽകിയിരുന്നില്ല. "ദേ ആനി, വെറുതെ നീ കാട് കയറിയൊന്നും ചിന്തിക്കണ്ട. അയാളുടെ സ്വഭാവം നിനക്കും അറിയാലോ. ബെല്ലും ബ്രേക്കില്ലാത്ത നാവ അയാളുടേത്. അയാളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ പവിത്രമായ ക്ഷേത്രമുറ്റത്ത് വെച്ച് തന്നെ എനിക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നതാ. അതും നീ കാരണം. അതല്ലാതെ മറ്റൊന്നും നീ അർത്ഥാക്കണ്ട." അവളിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വരാനുള്ള അവസരത്തിന് ഇടവരുത്താതെ അവിടെ നിന്നും പോകാൻ അവൻ തീരുമാനിച്ചു. "നീ നടക്ക്. ഏതായാലും നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഇനി അധിക നേരം ഇവിടെ നിന്ന് ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ നിൽക്കണ്ട." അവൻ പറഞ്ഞത് കേട്ട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ ആനിയും അവൻ്റെ കൂടെ പോയി. എന്നാൽ ഇതെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഒരൽപ്പം മാറി അയാൾ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് പോകുന്നത് നോക്കി അയാൾ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അപ്പോൾ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. ഇപ്പോൾ നീ പോയിക്കോ ഉണ്ണികൃഷ്ണ. ഒരു പടക്കത്തിനുള്ള മരുന്നൊക്കെ എൻ്റെ ഈ കയ്യിലും ഉണ്ടെന്നുള്ള കാര്യം നിനക്കും നിന്റെ ശങ്കരമാമയ്ക്കും ഞാൻ വഴിയെ മനസ്സിലാക്കി തരുന്നുണ്ട്." മനസ്സിലെ ചില ഗൂഢലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അയാൾ മനഃപൂർവ്വം ചില കരുക്കൾ നീക്കി തുടങ്ങുകയായിരുന്നു. ദിവാകരൻ്റെ പദ്ധതികൾ എന്തായിരിക്കുമെന്ന് അടുത്ത പാർട്ടിൽ പറയാം. അതുവരെ എല്ലാവരും കാത്തിരിക്കണേ.
ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.